എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് ലഭിക്കും എന്നുള്ളത് പല ആളുകളുടെയും സംശയമാണ്. ഈ മാസം അത് ഉണ്ടാകും എന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പല ആളുകളും അടച്ചുവിട്ടത് കൊണ്ട് തന്നെ പല ആളുകളും അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. 2 മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏപ്രിലെയും മെയ്യിലേക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ പാവങ്ങൾ പ്രതീക്ഷിച്ചത്. സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കുകയും റിപ്പോർട്ടുകൾ മുഴുവനായിട്ടും അതിലെന്താണ് പറയുന്നത് എന്ന് കേൾക്കുകയും ചെയ്യുക. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, അതായത് 2021 LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ വീട്ടമ്മ പെൻഷൻ അനുവദിക്കും എന്ന്. 5 മാസം ശേഷിക്കെ പിണറായി സർക്കാർ ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയായിരുന്നു. ബജറ്റിലൊന്നല്ല പദ്ധതി പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത്. അതിന് തൊട്ട് പിന്നാലെ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടത് കൊണ്ട് തന്നെ ആ ഒരു അപേക്ഷ നടപടികൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം നിയമസഭാ ഇലക്ഷന് മുമ്പ് അപേക്ഷ ക്ഷണിച്ച് പദ്ധതി വിതരണം ചെയ്തു തുടങ്ങുകയും ചെയ്തു. ഇലക്ഷൻ വന്നത് നമുക്കറിയാം ഏപ്രിലാണ്. അതിനു മുമ്പ് 2 മാസം, ഫെബ്രുവരിയിലാണ് വിതരണം തുടങ്ങിയത്. ഫെബ്രുവരിയിലും മാർച്ചിലും തുക വിതരണം നടന്നു. പിന്നീട് ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ മാസത്തിൽ, ഏപ്രിൽ 9-ാം തീയതിയാണ് നമുക്ക് ഇലക്ഷൻ നടന്നത്. പക്ഷേ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു വിതരണം നടന്നില്ല. പിന്നീട് അങ്ങോട്ട് ഈ ഒരു പെൻഷൻ തുക അന്നത്തെ സർക്കാർ, അതായത് പിണറായി സർക്കാർ നൽകില്ല. അതായത് മാർച്ചോടുകൂടി 2 മാസം മാത്രം നൽകിക്കൊണ്ട് പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി പ്രകാരം ഈ ഒരു തുക ഇനി അങ്ങോട്ട് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിന്നിരുന്നു. സൈറ്റ് ബ്ലോക്കായിരുന്നു. പുതിയ അപേക്ഷയും നൽകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു പ്രതീക്ഷ വന്നിട്ടുള്ളത്, വീണ്ടും ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നവർക്കും പുതിയ അപേക്ഷകർക്കും ലഭിക്കും എന്നുള്ളൊരു ആശ്വാസം വന്നിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രത്യേക കാരണം സൈറ്റ് ഓപ്പൺ ആവുകയും പുതിയ അപേക്ഷകൾ നൽകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം മുതൽ ഈ ഒരു തുക ലഭിച്ചേക്കും എന്നുള്ള വിവരമാണ് ഉള്ളത്. അപ്പം അങ്ങനെയെങ്കിൽ ഇനിയും അപേക്ഷിക്കാത്ത BPL റേഷൻ കാർഡിൽ 35 മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്ത്രീകൾ ഉണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പദ്ധതി പ്രകാരം ഈ ആനുകൂല്യം 1000 രൂപയാണ് ഈ മാസാമാസം ലഭിക്കുക. എല്ലാ വർഷവും മസ്റ്ററിംഗ് ഒക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും പദ്ധതി പ്രകാരം ഇപ്പോൾ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജൂൺ മാസത്തിൽ ഇതിൻ്റെ വിതരണം വീണ്ടും ആരംഭിക്കും. പുതിയ സർക്കാർ ഇത് വീണ്ടും തുടങ്ങും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.